നമസ്കാരം, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഓരോ കുടുംബത്തിനും, പ്രത്യേകിച്ച് സ്വന്തമായി വീടുള്ളവരും വീട് അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ ആലോചിക്കുന്നവരും വീട് നിർമ്മിക്കാനുള്ള പദ്ധതി ഉള്ളവർക്കും ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവ വഴി ലഭിക്കുന്ന സർക്കാർ വികസന പദ്ധതികളെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കേരളത്തിൽ വികസന പദ്ധതികൾക്ക് ഒരു പുതിയ ദിശ ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന 2022 മുതൽ 2027 വരെയുള്ള 14 പഞ്ചവത്സര പദ്ധതി വെറും സർക്കാർ രേഖ മാത്രമല്ല, ഗ്രാമങ്ങളിലും നഗരങ്ങളിലും സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് രൂപവൽക്കരണം ചെയ്തിരിക്കുന്നത്. റോഡുകൾ, പാലങ്ങൾ, കുടിവെള്ളം, ആരോഗ്യം, വിദ്യാഭ്യാസം, കൃഷി, തൊഴിൽ, ഭവനം, പരിസ്ഥിതി സംരക്ഷണം തുടങ്ങി ഒട്ടേറെ മേഖലകളെ ഒരുമിച്ച് ഉൾക്കൊള്ളുന്ന വികസന ചട്ടക്കൂടാണിത്. എന്നാൽ പലപ്പോഴും ഒരു തെറ്റിദ്ധാരണ കാണാറുണ്ട്. പഞ്ചവത്സര പദ്ധതി എന്ന പേര് കേൾക്കുമ്പോൾ അത് സർക്കാർ ഓഫീസുകളിലോ ആസൂത്രണ ബോർഡുകളിലോ മാത്രം ഒതുങ്ങുന്ന കാര്യമാണെന്ന് പലരും കരുതുന്നുണ്ട്. യാഥാർത്ഥ്യത്തിൽ അങ്ങനെയല്ല. ഈ പദ്ധതിയുടെ വലിയൊരു ഭാഗം നിങ്ങളുടെ സ്വന്തം ഗ്രാമത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലുമാണ് രൂപം കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ വർഷവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാക്കുന്ന വാർഷിക പദ്ധതികൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇവിടെയാണ് ജനകീയ ആസൂത്രണം എന്ന ആശയം കൂടുതൽ ശക്തമാവുന്നത്. ജനങ്ങളുടെ ആവശ്യങ്ങൾ, ജനങ്ങൾക്കടുത്തുള്ള ഭരണ സംവിധാനം തിരിച്ചറിഞ്ഞ് പദ്ധതികൾ തയ്യാറാക്കുക എന്നതാണ് ഇതിന്റെ അടിസ്ഥാന ലക്ഷ്യം. ഒരു പഞ്ചായത്തിൽ കുടിവെള്ളമാണ് ഏറ്റവും വലിയ പ്രശ്നമെങ്കിൽ അവിടെ ആ മേഖലയ്ക്ക് മുൻഗണന ലഭിക്കും. മറ്റൊരു പഞ്ചായത്തിൽ ഭവന നവീകരണമാണ് കൂടുതൽ ആവശ്യമെങ്കിൽ അവിടെ അതിനുള്ള പദ്ധതികൾ കൂടുതൽ പ്രാധാന്യം നൽകും. ഇതാണ് വികേന്ദ്രീകൃത വികസനത്തിന്റെ യഥാർത്ഥ അർത്ഥം. ഈ 14 പഞ്ചവത്സര പദ്ധതിയിൽ സാധാരണ കുടുംബങ്ങൾക്ക് നേരിട്ട് എന്ത് പ്രയോജനം ലഭിക്കും? അതാണ് ഇന്ന് നമ്മൾ വിശദമായി നോക്കുന്നത്. കേരള സർക്കാർ ഈ പദ്ധതിയിലൂടെ നവകേരളം എന്ന ആശയത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമിടുന്നത്. നവകേരളം എന്നത് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുക എന്നതിലോ പുതിയ റോഡുകൾ നിർമ്മിക്കുക എന്നതിലോ മാത്രം ഒതുങ്ങുന്ന ആശയമല്ല. മനുഷ്യരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന എല്ലാ മേഖലകളിലും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഈ വാർഷിക പദ്ധതികളിലാണ് വീടുകളുടെ അറ്റകുറ്റപ്പണി, കുടിവെള്ള പദ്ധതി, റോഡ് നവീകരണം, കൃഷി വികസനം, സ്ത്രീ ശാക്തീകരണം, അതുപോലെ വയോജനക്ഷേമം, ഭിന്നശേഷിക്കാർക്കുള്ള പദ്ധതികൾ, യുവജന തൊഴിലവസരങ്ങൾ പദ്ധതികൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ വർഷവും നിങ്ങളുടെ പഞ്ചായത്തിൽ നടക്കുന്ന ഗ്രാമസഭകൾ വളരെ പ്രധാനപ്പെട്ടവയാണ്. പലപ്പോഴും ഗുണഭോക്തൃ പട്ടിക തയ്യാറാക്കുന്നതിന് മുൻപ് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്ന ഘട്ടങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ഗ്രാമസഭകളിൽ പങ്കെടുക്കുന്നത് വളരെ പ്രയോജനകരമായിരിക്കും. ഇനി മറ്റൊരു പ്രധാന ലക്ഷ്യമാണ് വിജ്ഞാന സമ്പദ് വ്യവസ്ഥ. ലോകം അതിവേഗം സാങ്കേതിക വിദ്യയിലേക്ക് മാറുകയാണ്. ഈ സാഹചര്യത്തിൽ യുവാക്കൾക്ക് പുതിയ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കുന്നതിനായി നൈപുണ്യ വികസനവും ഡിജിറ്റൽ പരിശീലനവും സ്റ്റാർട്ടപ്പുകളും കൂടുതൽ പിന്തുണ നൽകുന്നത്. IT മുതൽ AI, റോബോട്ടിക്സ്, ഡിജിറ്റൽ സേവനങ്ങൾ, ഗവേഷണം, നവീന വ്യവസായങ്ങൾ എന്നിവയിലേക്ക് കൂടുതൽ യുവാക്കളെ ആകർഷിക്കുന്നതിനുള്ള വിവിധ പദ്ധതികളും ഈ വികസന ചട്ടക്കൂടിന്റെ ഭാഗമാണ്. അതേസമയം പരമ്പരാഗത മേഖലയായ കൃഷി, ക്ഷീരോത്പാദനം, മത്സ്യബന്ധനം, ചെറുകിട വ്യവസായങ്ങൾ എന്നിവയും അവഗണിക്കപ്പെടില്ല. ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, വിപണന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരാം. അതാണ് വീടുകളുടെ നവീകരണം. പലരും കരുതുന്നത് സർക്കാർ സഹായം ലഭിക്കുന്നത് പുതിയ വീട് നിർമ്മിക്കുന്നവർക്ക് മാത്രമാണെന്നാണ്. എന്നാൽ യാഥാർത്ഥ്യത്തിൽ ചില സാഹചര്യങ്ങളിൽ വീടുകളുടെ അറ്റകുറ്റപ്പണിക്കും അതുപോലെ നവീകരണത്തിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി സഹായങ്ങൾ ലഭിക്കാറുണ്ട്. എന്നാൽ എല്ലാ അപേക്ഷകർക്കും ഒരേപോലെ സഹായം ലഭിക്കില്ല. പദ്ധതിയുടെ മാനദണ്ഡങ്ങൾ, വാർഷിക പദ്ധതി വിഹിതം, പ്രാദേശിക മുൻഗണനകൾ, അർഹതാ വ്യവസ്ഥകൾ എന്നിവയെ ആശ്രയിച്ചായിരിക്കും ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഈ ലൈഫ് മിഷനെ കുറിച്ച് നോക്കാം. എല്ലാവർക്കും ലൈഫ് മിഷൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ പലരുടെ മനസ്സിൽ വരുന്നത് പുതിയ വീട് നിർമ്മാണമാണ്. അത് ശരിയാണ്. പക്ഷേ വീടില്ലാത്തവർക്കും സുരക്ഷിതമായ വീടില്ലാത്തവർക്കും ഭവന സൗകര്യം ഉറപ്പാക്കുക എന്നതാണ് ലൈഫ് മിഷന്റെ പ്രധാന ലക്ഷ്യം. എന്നാൽ ചില സാഹചര്യങ്ങളിൽ മുൻപ് ആരംഭിച്ച് പൂർത്തിയാകാതെ കിടക്കുന്ന വീടുകൾ, താമസ സൗകര്യമില്ലാത്ത വീടുകൾ, വിവിധ സർക്കാർ ഭവന പദ്ധതികൾ ഉൾപ്പെട്ടിട്ടും നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കാത്ത വീടുകൾ എന്നിവയും പദ്ധതിയുടെ പരിഗണനയിൽ വരാം. എന്നാൽ ഓരോ കേസും ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ പ്രകാരമാണ് പരിശോധിക്കുന്നത്. ഇവിടെ ഒരു പ്രധാന കാര്യം എല്ലാവരും മനസ്സിലാക്കണം. എൻ്റെ വീടിന് ചെറിയ കേടുപാടുകളുണ്ട്, അതിനാൽ ലൈഫ് മിഷനിൽ നിന്ന് എനിക്ക് പണം ലഭിക്കുമെന്ന രീതിയിലുള്ള ഒരു പൊതു നിയമം നിലവിലില്ല.
ഗുണഭോക്തൃ തിരഞ്ഞെടുപ്പ്, വാർഷിക പദ്ധതി, പ്രാദേശിക മുൻഗണന, അർഹതാ മാനദണ്ഡങ്ങൾ, ലഭ്യമായ ഫണ്ട് എന്നിവയെ ആശ്രയിച്ച് നടക്കുന്നതാണ് ഈ കാര്യങ്ങൾ. അതുകൊണ്ട് നിങ്ങളുടെ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ നിലവിൽ ഏത് ഭവന പദ്ധതിയാണ് നടപ്പിലാക്കുന്നതെന്ന് അന്വേഷിക്കണം. ഇപ്പോൾ മറ്റൊരു പ്രധാന ചോദ്യത്തിൽ വീട്ടിന്റെ അറ്റകുറ്റപ്പണിക്ക് പഞ്ചായത്ത് വഴി സഹായം ലഭിക്കുമോ? അതുപോലെ വീടിന് ചെറിയ കേടുപാടുകളുണ്ട്, അതിനെല്ലാം ഞങ്ങൾക്ക് സഹായം ലഭിക്കുമെന്ന് പലരും ചോദിക്കുന്നുണ്ട്. അതായത് പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വാർഷിക പദ്ധതിയുടെ ഭാഗമായി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കായി ഭവന പരിപാലനമോ അറ്റകുറ്റപ്പണിയോ സംബന്ധിച്ച പദ്ധതികൾ ഉൾപ്പെടുത്താറുണ്ട്. എന്നാൽ ഇതിന്റെ തുകയും അർഹതയും എല്ലാ പഞ്ചായത്തിലും ഒരേപോലെ ഉണ്ടാവില്ല. സർക്കാർ പുറത്തിറക്കുന്ന വാർഷിക പദ്ധതി മാർഗനിർദ്ദേശങ്ങളും അതത് തദ്ദേശ സ്ഥാപനത്തിന്റെ പദ്ധതി അംഗീകാരവുമാണ് ഇതിൽ നിർണായകമായത്. അതുകൊണ്ട് തന്നെ ഒരു പഞ്ചായത്തിൽ ലഭിക്കുന്ന സഹായം മറ്റൊരു പഞ്ചായത്തിൽ അതേ രീതിയിൽ ലഭിക്കണമെന്നില്ല. നമ്മൾക്ക് ഈ പദ്ധതിയിൽ ആർക്കൊക്കെ മുൻഗണന ലഭിക്കുമെന്ന് നോക്കാം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾ ഇതിൽ ഉൾപ്പെടും. വിധവകൾ, ഭിന്നശേഷിക്കാർ, അതുപോലെ വയോജനങ്ങൾ മാത്രം താമസിക്കുന്ന കുടുംബങ്ങൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, മറ്റ് സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള അർഹരായ ഗുണഭോക്താക്കൾ എന്നിവർക്കാണ് പല ഭവന പദ്ധതികളിലും മുൻഗണന ലഭിക്കുന്നത്. എന്നാൽ അന്തിമ തീരുമാനം പ്രാദേശിക ഗുണഭോക്തൃ പട്ടികയും പരിശോധനയും അനുസരിച്ചായിരിക്കും വരിക. ഇനി അപേക്ഷ സമർപ്പിക്കുന്ന നടപടിക്രമത്തെക്കുറിച്ച് പറയാം. ആദ്യം നിങ്ങളുടെ പ്രദേശത്ത് ഭവന നവീകരണമോ ഭവന പരിപാലനമോ സംബന്ധിച്ച പദ്ധതി നിലവിലുണ്ടോ എന്ന് ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ നിന്ന് ഉറപ്പാക്കണം. തുടർന്ന് ആവശ്യമായ അപേക്ഷാ ഫോം, അതായത് വാർഡ് മെമ്പറുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് അപേക്ഷാ ഫോം ലഭിക്കുമില്ല എന്നുണ്ടെങ്കിൽ പഞ്ചായത്തിൽ പോയാലും മതിയാവും. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനിൽ പോയാലും ആ ഒരു അപേക്ഷാ ഫോം നിങ്ങൾക്ക് ലഭിക്കും. അതിൽ സാധാരണ തിരിച്ചറിയൽ രേഖ വരും, അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ചില സാഹചര്യങ്ങൾ അത് ആവശ്യപ്പെടും. അതുപോലെ വീടിന്റെ പൊസിഷൻ സർട്ടിഫിക്കറ്റ്, നികുതി അടച്ച രസീത്, അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ മുതൽ വീടിന്റെ ആ ചിത്രം പകർത്തിയ ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ, ഇതെല്ലാം ആവശ്യമായ രേഖകളാണ്. അതുപോലെ തന്നെ അവിടെ നിങ്ങൾ പ്രധാനമായും ചോദിച്ചു മനസ്സിലാക്കണം. ഇത് മാത്രമല്ല, കൂടുതൽ കാര്യങ്ങൾ ചിലപ്പോൾ അവിടെ ആവശ്യമായി വരാം. രേഖകൾ, വരുമാനവുമായി ബന്ധപ്പെട്ട രേഖകൾ, ഭൂമി ഉടമസ്ഥാവകാശ രേഖകൾ, വീടിന്റെ നിലവിലെ അവസ്ഥ വ്യക്തമാക്കുന്ന വിവരങ്ങൾ, അതായത് ഫോട്ടോ ആണ് പറയുന്നത്. ഇവയെല്ലാം ആവശ്യമായി വരാം. ഇവിടെ മറ്റൊരു പ്രധാന കാര്യം ശ്രദ്ധിക്കണം. അപേക്ഷ നൽകിയ ഉടൻ ധനസഹായം ലഭിക്കുമെന്ന് കരുതരുത്. പല പദ്ധതികളും ഉദ്യോഗസ്ഥർ സ്ഥലപരിശോധന നടത്തും. വീടിന്റെ അവസ്ഥ, അതുപോലെ അപേക്ഷന്റെ അർഹത, വാർഷിക പദ്ധതി വിഹിതം, ഗുണഭോക്തൃ പട്ടിക എന്നിവ പരിശോധിച്ച ശേഷമാണ് തുടർ നടപടികൾ സ്വീകരിക്കുന്നത്. നിങ്ങളുടെ വീടിന് ഇതുപോലെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ, അതായത് വീട് വിളിച്ച, അതുപോലെ ചോർച്ച, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ ബാത്റൂം നവീകരണം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും പദ്ധതി നിങ്ങളുടെ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ലഭിക്കുമെന്ന് നിങ്ങൾ നേരിട്ട് പോയി അന്വേഷിക്കണം. അത്രയും നല്ലത്. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പല പഞ്ചായത്തുകളിലും ഇങ്ങനെയുള്ള അപേക്ഷകൾ നടക്കുന്നുണ്ട്. വാർഡ് മെമ്പറുമായി കോൺടാക്ട് ചെയ്യുക, ഫോം വാങ്ങുക, പൂരിപ്പിക്കുക, അതിലാവശ്യമായ രേഖകൾ എല്ലാം പരിശോധിച്ച ശേഷം ആവശ്യമായ രേഖകൾ വെക്കുക, അപേക്ഷ കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും, ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും, വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.